നിങ്ങളുടെ മുൻപിൽ ഒരു 10 മിനിറ്റും 2 സബോളയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് വരാം. ഒന്ന് ഉണ്ടാക്കിയാലോ? വാ. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഈ വലുപ്പത്തിലുള്ള 2 സബോള എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും വച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ സബോള ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിപ്പോൾ ഇവിടെ അരിയുന്നത് നമ്മൾ ഈ വഴറ്റാനൊക്കെ അരിയുന്നത് പോലെ നീട്ടത്തിൽ കനം കുറച്ചിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് അച്ചാർ ഉണ്ടാക്കണം ഇതുപോലെ അരിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ അരിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ദേ നമ്മുടെ സബോള ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 5ഓ 6ഓ പച്ചമുളക്, ഇത് എരിവ് കുറഞ്ഞതായതുകൊണ്ട് ഞാനൊരു 6 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. അപ്പം അത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഞാനതേ ഈ സബോള അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഇപ്പം ഞാൻ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഉപ്പ് കുറവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഉപ്പ് ചേർത്തു. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോണ വിനാഗിരിയാണ്. അതപ്പം ഞാൻ വിനാഗിരി ഒരു 2 സ്പൂൺ വിനാഗിരിയാണ് ഇവിടെ ചേർക്കാൻ പോണത്. ഇനിയിപ്പോൾ ദേ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ആ സമയത്ത് നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ട അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ തയ്യാറാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എണ്ണ ചേർക്കണം. നല്ലെണ്ണയാട്ടോ ചേർക്കണ്ടേ. അപ്പം ഞാൻ ദേ ഇവിടെ ഇത്രയും നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ചേർക്കണം. കടുകൊന്ന് പയ്യെ നമ്മളിങ്ങനെ പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ നമ്മളിനി അതിനകത്തേക്ക് വറ്റൽമുളക് ചേർക്കണം. ഞാനിവിടെ ഒരു 2 വറ്റൽമുളകാണ് ചേർത്തേക്കണേ. മുളകൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനിനി അടുത്തത് ചേർക്കണത് 2 തണ്ട് കറിവേപ്പിലയാണ്. അപ്പം ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് പയ്യെ ഈ കടുകും മുളകും ഒക്കെ ഒന്ന് പയ്യെ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർത്ത് തുടങ്ങാം. ഒരു 2 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം ഞാനത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. അടുത്തത് നമ്മൾ ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. അത് ദേ പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഇടണ്ട, ഒരു പാകത്തിന് ഒരല്പം. ഞാൻ ദേ ഇത്രയും ഇട്ട് കൊടുത്തേക്കണേ. അപ്പം അത്രയും ഇട്ട് കൊടുത്തിട്ട് ഇനി ആ എണ്ണയിൽ കിടന്ന് ആ പൊടികളെല്ലാം ഒന്ന് മൂക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ദേ ഇപ്പൊ ദേ എണ്ണയിൽ കിടന്ന് പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അവിടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയില്ലേ, ആ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ തീ ഒന്ന് പയ്യെ ലോ ഫ്ലെയിമിൽ കിടക്കണം. എന്നിട്ട് നമ്മൾ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അധികം വൈകാണ്ട് തീ ഓഫ് ചെയ്യണം. കാരണം ഒരുപാട് നേരം തീ ഓൺ ചെയ്തിടണ്ട. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യണം. ദേ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു സൂപ്പർ അച്ചാർ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇത് പക്ഷെ ഇന്ന് എടുക്കുന്നതിനേക്കാൾ നല്ലത് 2 ദിവസത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എടുത്ത് നോക്കുക. സൂപ്പർ അടിപൊളി അച്ചാറാണ്. നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ മാറി നിൽക്കും. സൂപ്പർ സബോള അച്ചാർ.